കുക്കൂനെയും കൊണ്ടാണോ അജേട്ടൻ ജോലിക്ക് പോകുന്നത്? ഇന്നലെ വന്നവർ പുറത്തു വെച്ചങ്ങനെ മോളെ കണ്ട? ഇല്ല, 2-3 ദിവസത്തേക്ക് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അവരിനിയും വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് കുക്കൂനെ ഇവിടുന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ അപകടമാണ്. അയ്യോ, മോളെ ഇവിടുന്ന് മാറ്റി നിർത്താനോ? വേണ്ട വേണ്ട അജേട്ടാ, കുക്കു ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. മോളുടെ അവകാശം പറഞ്ഞു വരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനിയും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കുക്കുവിനെ നമുക്ക് നഷ്ടപ്പെടും. മോളെയും കൊണ്ട് അജേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഇനി എപ്പോഴാ തിരിച്ചിങ്ങോട്ട്? അജേട്ടൻ വരാതിരിക്കരുത്. എല്ലാം കൊണ്ടും അജേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഇപ്പോ ഞാൻ പോലും. ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഏറെ അനുഭവിച്ചവനാണ് ഞാൻ. ഓടി ഓടി തളർന്നവന് ദൂരത്തെക്കുറിച്ച് ആകുലത ഉണ്ടാവില്ലല്ലോ. BA വരെ പഠിച്ചിട്ടും ഒരു ഉദ്യോഗത്തിന് വേണ്ടി 3-4 വർഷം നാട് നീളെ തെണ്ടി നടന്നു. അവസാനം ഒരു ബ്ലേഡ് കമ്പനിയിലെ കാഷ്യറായിട്ടുള്ള നിയമനം. നാട്ടുകാരുടെ പണം ഷെൽഫിൽ കുന്നുകൂടിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ബ്ലേഡ് കമ്പനി പൊട്ടിയെന്നല്ല പറയേണ്ടത്, ലക്ഷക്കണക്കിന് രൂപയുമായി ബ്ലേഡ് കമ്പനി മുതലാളി മുങ്ങി. ജനത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച കാഷ്യറുടെ മുഖമായിരുന്നു സുപരിചിതം. അവർ പടയൊരുക്കം പോലെ എന്റെ നേരെ പാഞ്ഞു വന്നു. വന്നുപെട്ടത് മദ്രാസ് എന്ന മഹാനഗരത്തിൽ. ജീവിക്കാനുള്ള മോഹങ്ങളുമായി ഇവിടെ എത്തി എനിക്ക് ഒരു കുരുന്ന് ജീവൻ കൂട്ടായി വന്നു, കുക്കു. ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ കുക്കുവിന് വേണ്ടിയാ. കുക്കുവിന് സ്വന്തമെന്ന് പറയാൻ ഒരച്ഛൻ മാത്രമല്ല, ഇപ്പോ ഒരമ്മയുണ്ട്. ഞാൻ പോയിട്ട് വരാം. സന്ധ്യ അമ്മയോട് പറഞ്ഞേക്കൂ. ഇപ്പൊ ഉടനെ തന്നെ പാർട്ടീഷൻ നടത്തേണ്ട കാര്യം എന്താ? എസ്റ്റേറ്റും ഫൈനാൻസും ഒക്കെ നിങ്ങൾ 3 പേരുടെയും പേരല്ലേ ഇരിക്കുന്നത്. ഹരി ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കുന്നതാ നല്ലത്. ഓരോന്നും ചെയ്യേണ്ട സമയങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുമല്ല, ചേട്ടന്റെ സ്വത്തുക്കൾ അവകാശവും പറഞ്ഞ് ചേട്ടത്തിയെ കുത്തിപ്പൊക്കി വിടാൻ ഇവിടെ പലരും നടക്കുന്നുണ്ട്. അതിനെന്താ, ഹരിക്കുള്ള ഷെയറിൽ കുറച്ചെങ്കിലും അവൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതെന്തിനാ? ചേട്ടന്റെ അവകാശവും വാങ്ങി അവർ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ സ്വത്ത് വേറെ വല്ലവരും അനുഭവിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മൂന്റെ പേരിലെങ്കിലും എഴുതി വെക്കാമായിരുന്നു. മായ ചെറുപ്പല്ലേ. ഹരി മരിച്ചുപോയെന്ന് വെച്ച് ജീവിതകാലം മുഴുവനും അവൾ വിധവയായി കഴിയണം. അവൾക്കും ന്യായമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അച്ഛൻ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ആവശ്യമില്ലാത്തൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട. എത്രയും വേഗം വക്കീലിനെ വിളിച്ചു വരുത്തി ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. ആലോചിക്കാം. അച്ഛന്റെ ഉള്ളിൽ മനസ്സിലായില്ലേ? ചേട്ടത്തി കരുതി കാണിച്ച് അച്ഛനെ കയ്യിലെടുത്തിരിക്കുക. താൻ എന്ത് വിഡിത്തമാണോ ഈ പറയുന്നേ? കുട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചു താമസിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? കുട്ടിയെ തേടി അതിന്റെ അമ്മ വന്ന സ്ഥിതിക്ക് എപ്പോഴായാലും വിട്ടുകൊടുത്തേ പറ്റൂ. അല്ല, അത് കുക്കുവിന്റെ അമ്മ തന്നെയാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. ആ സ്ത്രീ വന്ന് 2 ദിവസത്തിന് ശേഷം കുക്കുവിനെ തട്ടിക്കൊണ്ടുപോകാൻ അവർ ഗുണ്ടകളെ അയച്ചിരുന്നു. അത് നിങ്ങൾ കുട്ടിയെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ബലമായി കൊണ്ടുപോകാൻ ആളയച്ചതായിരിക്കാം. അതൊന്നും അല്ല ചായ, വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇനി ഒരുപക്ഷെ ഈ കുട്ടി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വേറെ ആരെങ്കിലും ആയിരിക്കുമോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നത്? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സർ. റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച കുട്ടിയെ തേടി അവകാശികൾ വന്നിരിക്കുന്നത് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിടത്തോളം കുട്ടിയെ വിട്ടുകൊടുക്കാനുള്ള വിഷമം കൊണ്ടാണ് താനിങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? കുട്ടിയുമായി ദിവസങ്ങൾ മാത്രം അടുപ്പമുള്ളത് എനിക്ക് അതിനെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച് വളർത്തിയ അമ്മയ്ക്ക് ആ കുട്ടിയെ പിരിഞ്ഞിരിക്കുമ്പോ എന്തുമാത്രം വേദനയുണ്ടാവും. അവരിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ തനിക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ കുട്ടിയായിട്ട് ഇവിടെ താമസിക്കാം. പക്ഷെ അവർ നിയമപരമായി നീങ്ങിയാൽ താൻ പോലീസും കോടതിയും നടക്കേണ്ടി വരും. അജയ, ആ കുഞ്ഞിനോട് തനിക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ അമ്മ വന്ന് ചോദിച്ചാൽ താൻ അവളെ കൊടുത്തേ പറ്റൂ.
ചേട്ടത്തിയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആ കുട്ടിയെ ചെന്ന് കണ്ടത്. കുട്ടിക്ക് അമ്മുവുമായി സാമ്യമുണ്ട് എന്നത് ശരിയാണ്. മരിച്ചുപോയ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയാനാ? ആക്സിഡന്റും കേസും ഒക്കെ ആയി കുറെ ദിവസം അതിന്റെ പുറകെ നടന്നു. ഇപ്പൊ ഇതും കൂടി ആയപ്പോ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി പറ്റുന്നില്ല. മെന്റൽ ഷോക്ക് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആ കുട്ടി അമ്മു തന്നെയാണെന്ന് ചേച്ചി തീർത്തു പറയുന്നുണ്ടല്ലോ. ഓഹോ, അപ്പോ ഞങ്ങൾ പറയുന്നു പ്രകാശന് വിശ്വാസമില്ലേ? അമ്മു ഞങ്ങളുടെ ചേട്ടന്റെ കുട്ടിയാണ്. മോളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മുവിന്റെ അളിയന്റെ ഡെഡ് ബോഡി ഞങ്ങളെ കാണിക്കാതിരുന്നത്. പ്രകാശൻ മനസ്സിൽ എന്തൊക്കെയോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 ഡെഡ് ബോഡിയും കിട്ടിയത് പിറ്റേ ദിവസമാണ്. ചേട്ടത്തിയാണ് ഈ ബോധമില്ലാതെ ആശുപത്രിയിലും. എംബാം ചെയ്ത് നാട്ടിലെത്തിക്കാമെന്ന് ആലോചിച്ചെങ്കിലും 2 ബോഡിയും വികൃതമായിരുന്നു. അബോധാവസ്ഥയിൽ ചേട്ടത്തി ആശുപത്രി കിടക്കുമ്പോ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? അച്ഛന് പോലും വരാൻ കഴിഞ്ഞില്ല. ഭാഗ്യത്തിന് ഞാനും വിജയനും തൊട്ടുപുറകിലെ കാറിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടത്തിയെങ്കിലും രക്ഷപ്പെട്ടു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും എനിക്ക് കിട്ടിയ വിവരങ്ങളും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. പിന്നെ നിങ്ങൾ ബ്രദേഴ്സ് തമ്മിൽ അത്ര നല്ല ടേംസിലായിരുന്നില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അതെന്റെ അമ്മു തന്നെയാ. അപ്പോ അമ്മു മരിച്ചിട്ടില്ലെന്നാണോ ചേച്ചി പറയുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്റെ മോളെ ഞാൻ അവിടെ കണ്ടത്. മോളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ വരെ ഹരിയേട്ടൻ വാങ്ങിയിട്ടതാ. പെട്ടെന്നൊരു ഫാമിലി ടൂർ. അനുഗമിക്കാൻ അനിയന്മാർ 2 പേരും. ആക്സിഡന്റിൽ അമ്മു അളിയനും മരിക്കുന്നു. ഡെഡ് ബോഡി മറ്റാരെയും കാണിക്കാതെ അടക്കം ചെയ്യുന്നു. പക്ഷേ മരിച്ചു എന്ന് പറയുന്ന അമ്മു ഇപ്പോ ജീവിച്ചിരിക്കുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ചേച്ചി. வாங்க சார். ആ അക്കൗണ്ട്സ് ഒക്കെ നീ ക്ലോസ് ചെയ്താൽ മതി. ആഹാ, മിസ്റ്റർ അജയൻ അല്ലേ? അതെ. വാവാ, ഇരിക്കെ. അജയന്റെ മോളെ കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞയച്ചതല്ലേ? കൊക്കു അവളുടെ മുത്തശ്ശിയുടെ കൂടെ നാട്ടിൽ പോയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. then it's okay. By the way, ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് വിശ്വനാഥൻ, ഇത് വിജയൻ. നിങ്ങൾ കുക്കുവായി വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മുവിന്റെ അച്ഛന്റെ സഹോദരന്മാരാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണോ ധരിച്ചിരിക്കുന്നത്? കുക്കു എന്റെ മകളാ. പ്ലീസ്, സംഭവങ്ങളുടെ സത്യസ്ഥിതി അറിയാവുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. പിരിയാനാവാത്ത വിധം ആ കുഞ്ഞുമായി അജയൻ അടുത്തിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. കുക്കുവിന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് അജയന് സഹിക്കാനാവുന്ന കാര്യമാണോ? അതെ അജയൻ, അവരേത് നിമിഷവും കുക്കുവിനെ കൊന്നേക്കാം. ആര്? അതൊക്കെ സമയമാകുമ്പോ അജയന് തന്നെ മനസ്സിലാവും. അജയന്റെ കയ്യിൽ കുഞ്ഞിന്റെ ജീവൻ സുരക്ഷിതമല്ല. അതുകൊണ്ട് കുട്ടി ഞങ്ങൾക്ക് വിട്ടുതരണം. കുക്കു മുത്തശ്ശിയുടെ കൂടെ പോയിട്ടില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. കുക്കു എന്റെ മകളാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിൽക്ക്. വീണ് കിട്ടിയ ഭാഗ്യത്തെ വെച്ച് മുതലാക്കാമെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ, എത്ര രൂപയാ വേണ്ടത്? നീ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഞങ്ങൾ തരാം. കാശ് തന്ന് നിങ്ങൾക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല സാർ. ഓക്കെ, ഞങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം അജയന്റെ ഇഷ്ടം. ആ, പരിചയം പുതുക്കാൻ വല്ലപ്പോഴും ഇതുവഴിയൊക്കെ വരാട്ടോ, അല്ലേ? പാവം. എന്തായി? കുട്ടി അവിടെ ഇല്ല. തന്റെ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. കുട്ടി എവിടെ ഉണ്ടെന്ന് താൻ ട്രേസ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ പ്രകാശന് ആകെ സംശയായിരിക്കുക. അമ്മുവിനെ കൊല്ലാനേൽപ്പിച്ച് ഞങ്ങളാണെന്ന് ചേട്ടത്തി അറിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ജയിലായത് തന്നെ. വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണ സർട്ടിഫിക്കറ്റ്, കൊലപാതക ശ്രമം. ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനകം ഞാൻ ആ കുട്ടിയെ തപ്പിക്കൊണ്ടുവരും. വിശ്വനും വിജയനോ? അതെ മാഡം, നിങ്ങളുടെ മകളെ കൊല്ലാൻ വേണ്ടി ഹംസ എന്നൊരാളെ ഏൽപ്പിച്ചത് അവരാണ്. കുക്കുവിന്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. തൽക്കാലം ഈ കഥകളെല്ലാം നിങ്ങൾ അറിഞ്ഞ വിവരം അവരറിയണ്ട. ഇനിയും അവരോട് എതിർത്ത് നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
അതുകൊണ്ട് കുക്കുവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. കുഞ്ഞിന്റെ സുരക്ഷിതത്വം മാത്രമാണ് നമ്മളിപ്പോ നോക്കേണ്ടത്. ഞാൻ സജയൻ കുട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി ശരി.
ഓപ്പറേഷൻ നടത്താൻ സമ്മതമാണെന്ന് കുട്ടിയുടെ അച്ഛനോ അമ്മയോ എഴുതി തരണം. ഞാൻ കുട്ടിയുടെ അച്ഛനാണ് ഡോക്ടർ. നിങ്ങൾ എന്റെ അടുത്ത സുഹൃത്താണ്. ജസ്റ്റ് മിനിറ്റ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ അച്ഛൻ അറിയണ്ട. കുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, ഓഫ് കോഴ്സ് ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം പിന്നെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. വിളിച്ചോളൂ. You can call it a miracle. ഓപ്പറേഷൻ പരിപൂർണ വിജയമാണ്. ഡോക്ടർ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരെങ്കിലും കുക്കുവിനോടൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, അമ്മയുടെയും മകളുടെയും ജീവിതത്തിൽ ഇനിയും എന്റെ സ്വാർത്ഥത ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങളോളം ഓമനിക്കാനുള്ള ഓർമ്മകൾ കുക്കു എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എനിക്കത് മാത്രം മതി.